കാവ്യ ഉണ്ണി ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയോ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, നോക്കട്ടെ. ഫോൺ രശ്മി ചേച്ചി ഹലോ. ഹലോ ചേച്ചിക്കുട്ടി, മിസ്സിംഗ് പ്രേമി, ഹോപ്പ് യു ഗൈസ് വിൽ ബ്രാഗ്. ഓക്കെ, അഡിക്റ്റഡ് ടു പ്രേമി, താങ്ക് യു. അപ്പം എല്ലാവരും വന്നോ? കുറച്ച് പേരുടെ വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ ചേച്ചി, എന്നാ മിണ്ടാത്തെ? സൗണ്ട് കേൾക്കാൻ വയ്യ. ഇപ്പം കേൾക്കാവോ? രേഷ്മ നമസ്കാരം. ചേച്ചി എന്താ മിണ്ടാത്തെ? ഒരു കുഞ്ഞ് മിക്കി ബ്ലെസ്സി എല്ലാം. എൻ്റെ പൊടിയാ പൊടിയാ, ഐ മിസ് യു. ന്യൂ വർക്ക് ആയില്ല. സാൻഡ്ര ഹലോ. പൊട്ട് തൊടായിരുന്നു. പൊട്ടല്ലേ, പൊട്ട് തൊടാം. ആക്ച്വലി എൻ്റെ പൊട്ടൊക്കെ കുഞ്ഞിപ്പുഴു ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും കാണുന്നുമില്ല. അമ്മു കാപ്രിക്കോൺ 9 പേരെന്നെ. മിസ് യു സോ മച്ച്. ഇതാ പൊട്ട് വെച്ച്. പൊടിയാ, ഐ മിസ് യു ടു. കുഞ്ഞിനെ ഒന്ന് കാണിച്ചെന്നോ? എനിക്ക് കുഞ്ഞില്ല മോനെ. വാവയാണെങ്കിൽ വാവ എൻ്റെ സ്വന്തം കുട്ടിയല്ല, വാവ എൻ്റെ സീരിയലിൻ്റെ വാവയാണ്. ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ചേച്ചി ഇപ്പോൾ അമ്മയുടെ വീട്ടിലാണ്, വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഓക്കെ. ഇങ്ങനെ മോളെ മിസ് ചെയ്യുന്നില്ല, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ അപ്പം ഞാൻ പൗർണമി തിങ്കൾ കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ലൈവാണ്. കുറേ നാളായി ഞാൻ ലൈവ് വന്നിട്ട്. കുറേ പേര് കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞു ഞാൻ ലൈവ് വരുന്നില്ല, പണ്ടത്തെ പോലെ മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ കുറേ കമൻസ് വന്നു. പിന്നെ കുറേ പേർക്ക് പരിഭവം, കുറേ പേർക്ക് സങ്കടം, പിന്നെ കുറേ തിരക്കായിരുന്നു. പിന്നെ ജീവിതത്തിലും ഒരുപാട് തിരക്കായിരുന്നു, വർക്ക് വൈസും ഒരുപാട് തിരക്കായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ കുറച്ച് നമ്മൾ ചില സമയത്ത് നമുക്ക് എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുന്ന സമയങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് പീരീഡാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കഴിവതും അങ്ങനെ ആക്റ്റീവായിട്ട് വരാത്തത്. വിഷ്ണു ചേട്ടൻ ആഡ് ചെയ്യാൻ. വിഷ്ണു ചേട്ടൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ അപ്പം ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയട്ടെ. പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ ആ ഒരു സീരിയലിൽ ഞാൻ വരുമ്പോൾ വളരെയധികം ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ വരുമ്പോൾ ആ സീരിയൽ ഒരു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. ഞാൻ 70ാമത്തെ എപ്പിസോഡ് അടുപ്പിച്ചാണ് ഞാൻ വരുന്നത്. എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? ഓൾറെഡി 2 പേര് വന്നു, സീരിയൽ നിൽക്കുമോ, അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷൻസിൻ്റെ പുറത്താണ് ഞാനത് വന്ന്. ആരും എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ എവിടെയോ തോന്നിയ ഒരു ഇൻസ്റ്റിങ്റ്റിൻ്റെ പുറത്താണ് ഞാൻ അതൊന്ന് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് ആദ്യം കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പൗർണമി എന്ന കഥാപാത്രത്തെ എനിക്കറിയില്ല, ഒരുപാട് എന്താ ഞാൻ പ്രതീക്ഷിച്ചതിലും, ഞാനും എൻ്റെ ടീമും പ്രതീക്ഷിച്ചതിലും അധികം ഒരു സ്വീകരണവും സ്നേഹവും അക്സെപ്റ്റൻസുമാണ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതിനെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. വിഷമമുണ്ട്. ഓക്കെ, എനിവേ ഇതാണ് ഞാൻ ഈ ഒരു സമയത്ത് ലൈവ് വരാത്തത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് ഐ മിസ് പൗർണമി. എനിക്ക് ആ ക്രൂവിനെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും. പിന്നെ ഇത്രയും നാളും പൗർണമിക്ക് തന്ന ഒരു അക്സെപ്റ്റൻസ്, അത് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ തന്ന ആ ഒരു
ആ ഒരു സ്നേഹം, എന്താ, ഞാൻ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജസ്. എനിക്കറിയാം ഗൗരി എന്ന ഒരു ആളോടുള്ളതിനേക്കാൾ പൗർണമി ആയിട്ട് ഞാൻ വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്നേഹം എടുത്ത് തോന്നിയത്. അപ്പം പൗർണമി എന്നുള്ള ആ ഒരു ക്യാരക്ടറിനോട് അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനോട് തോന്നിയ ഇഷ്ടം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു അത് മിസ്സാവും എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ അത് ഓക്കെ, അറിയില്ല മിസ്സാവോ ഇല്ലയോ. പക്ഷെ എന്തായാലും പൗർണമിയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പൗർണമി എന്നുള്ള ലാസ്റ്റ് സീൻ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും അധികം എനിക്ക് മിസ് ചെയ്യാൻ തോന്നിയത് പൗർണമിയാണ്. അപ്പം എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ അക്സെപ്റ്റൻസ്. എൻ്റെ മാത്രമല്ല, ദ ഹോൾ ക്രൂവിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുകയാണ്. മാമിൻ്റെ പേരിലും നമ്മുടെ ഷനായി സാറിൻ്റെ പേരിലും ഡയറക്ടറുടെ പേരിലും ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പറയാം. ഞങ്ങളെ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയതിന്, ഇത്ര ഒരു പോപ്പുലർ ആക്കിയത് ഞങ്ങളെ. പിന്നെ എന്നെയും വിഷ്ണുവേട്ടനെയും പ്രേമി എന്നുള്ള പേരിട്ട് ഒരുപാട് സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് വിഷ്ണുവേട്ടനെ മിസ് ചെയ്യും, അല്ലാണ്ട് മോളെ മിസ് ചെയ്യും. വാവേനെ ഒരുപാട് മിസ് ചെയ്യും എനിക്ക്. ഓക്കെ, ഇതാണ് ഞാൻ ലൈവ് ഉടനെ വരണ്ടെന്ന് വിചാരിച്ച ഇതുകൊണ്ടാണ്. എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഇമോഷണൽ ആവും. ബോൾഡായിട്ടുള്ള എന്നെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് പറ്റത്തില്ല. വാവേനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കൊച്ചിനോട് ഇത്ര അറ്റാച്ച്ഡ് ആവുന്നത്. ഞാനങ്ങനെ പിള്ളേരോട് അധികം അറ്റാച്ച്ഡ് ആവുന്ന ഒരു ക്യാരക്ടറല്ല. പിള്ളേരോടത്ത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, കഴിവതും ഞാനങ്ങനെ കുട്ടികളെ എടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടിയായിട്ട് വന്ന് ഓടിച്ചെന്ന് എടുക്കാനോ അല്ലെങ്കിൽ കൊഞ്ചിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പം ഫസ്റ്റാണ് ഒരു കുട്ടി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അത് എവിടെയോ ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കൊരു മദർലി ഫീൽ തോന്നിയത് അവളുടെ അടുത്താണ്. അവൾ തിരിച്ചിങ്ങോട്ട് അങ്ങനെയായിരുന്നു. ചില സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കും, ഇങ്ങനെ മുഖമായിട്ട് വരയ്ക്കും. അതൊക്കെ എനിക്ക് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി അവളോട്. അവളെ വല്ലാണ്ട് മിസ് ചെയ്യും. പിന്നെ പൊടിയനെ വല്ലാണ്ട് മിസ് ചെയ്യും. പൊടിയൻ ഇവിടെ ഉണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവനെ ഒത്തിരി മിസ് ചെയ്യും. പൊടിയനെ പറ്റി പറഞ്ഞാൽ അവൻ ഭയങ്കര ഒരു നല്ല കുട്ടിയാണ് പൊടിയൻ. എനിക്കറിയില്ല, അവനോട് ഭയങ്കര ഒരു സ്നേഹമാണ് എനിക്ക്. നല്ല മാനേഴ്സും എനിക്കറിയില്ല, എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കുട്ടിയാണ് അവൻ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹമാണ് അവൻ്റെ അടുത്ത്. അവനെ വല്ലാണ്ട് മിസ് ചെയ്യും. എല്ലാവരെയും മിസ് ചെയ്യും എനിക്ക്. അത് കരയില്ലെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലൈവ് വരണോ, പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാനിനി വരാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൗർണമി തിങ്കളുടെ കാര്യം പറയണ്ടല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പിന്നെ കരഞ്ഞ് സീനാക്കി നശിപ്പിക്കും. സൂര്യ ഹലോ. പുതിയ വർക്കൊന്നും ആയില്ല. പുതിയ വർക്ക് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുള്ളൂ. ഒന്നും കൺഫേം ആയിട്ടില്ല. ഉറപ്പ് ഞാനിവിടെ ഉണ്ട്. പൊടിയാ. ഓക്കെ, വർക്ക് പുതിയതാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. ഇതുവരെ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഡോണ്ട് ക്രൈ ഗൗരി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. ഡോക്ടർ ശ്രുതി നമ്പ്യാർ. അതെ യെസ്. പൗർണമി ക്യാരക്ടർ അസിസ്റ്റൻറ്റ് ഗൗരിയോടുള്ള സ്നേഹം സപ്പോർട്ട് ഗൗരി വിൽ ബി ബാക്ക് സൂൺ. അല്ല, ഗൗരിയാണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എല്ലാവരും. കുറച്ച് ഞങ്ങളങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു. ലൈക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, സാധാരണ സെറ്റ്സിലൊക്കെ എനിക്കറിയില്ല, ഞാനിതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസൊന്നും അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായി വന്നാലും ഞാൻ
അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ്. എനിക്ക് കഴിവതും അങ്ങനെ ഇഷ്യൂ സെറ്റിൽ അങ്ങനെ അടി വഴക്കൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം ചെറിയ ക്ലാഷസ് ഒക്കെ ചില വരും എന്ന ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവരോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറുക ചെയ്യും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണ്, ആർക്കും ഒരു ഈഗോ ഇല്ല. ഞാനും ദേവി ചേച്ചിയും അപ്സരയും സാധാരണ 3 പെണ്ണ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം ഒത്തിരി സീരിയലുകൾ അങ്ങനെ നിർത്തിപ്പോയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ആക്ടേഴ്സ് തമ്മിലുള്ള അടിയും വഴക്കൊക്കെ കാരണം. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനിവിടെ അപ്സരയും ദേവി ചേച്ചിയും മാം ആണെങ്കിലും ഒക്കെ മാം ഞങ്ങളിൽ ഒരാളായിട്ടൊക്കെ വന്ന് നിന്നൊക്കെ അങ്ങനെ ഒരു ഈഗോ ഇല്ല. ഞാനും ദേവി ചേച്ചിയും അപ്സരയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തും പറയാം, കളിയാക്കും, എന്താ പറയുക, സാരികൾ അങ്ങോട്ടും ഇവിടെ മാറി കൊടുക്കും. എൻ്റെ സാരി ദേവി ചേച്ചി കൊടുക്കും, ദേവിച്ചിയുടെ സാരി ഞാനിടും, ദേവിച്ചിയുടെ ചുരിദാർ അപ്സര ഇടും, എൻ്റെ ചുരിദാറുകൾ ഞാൻ സെറ്റിൽ ഇട്ടുകൊണ്ട് വരുന്ന ചുരിദാറുകൾ അപ്സര ഇടും. അങ്ങനെയൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടേത് എന്നുള്ളൊരിതില്ല, നമ്മുടെ എല്ലാവരുടെയും എന്നുള്ളൊരിതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് മിസ് ചെയ്യും ദേവി ചേച്ചിയും അപ്സരയൊക്കെ, എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ബിക്കോസ് നമുക്ക് ഒരേ വൈബ് കിട്ടുന്നത് എല്ലായിടത്തു നിന്നും കിട്ടത്തില്ല. പക്ഷെ അവരുടെ അടുത്ത് എനിക്ക് അറിയില്ല, ഭയങ്കര ഇപ്പം എനിക്ക് ആ സാരിയും ബ്ലൗസും എനിക്കങ്ങനെ മാച്ചിങ് ആയിട്ട് ഇടാനോ അല്ലെങ്കിൽ ഡ്രസ്സിൽ അത്ര വലിയൊരു ഫാഷൻ ഐക്കണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അയ്യോ ഫോൺ പോയി. ഒരുപാട് ഈ സാരിയുടെ കൂടെ ആ ബ്ലൗസ് ഇട്ടാൽ കൊള്ളാം അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫാഷനിൽ വളരെ പുറകോട്ടുള്ള ലൈഫിലാണെങ്കിലും നോർമലി ഉള്ള ഡ്രസ്സ് ഇടും, അത്രയല്ല. അങ്ങനെ ഒരുപാട് ഫാഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ ചില സാരീസ് എടുക്കുമ്പോൾ ചിലപ്പം ഒട്ടും മാച്ച് ഇല്ലാത്ത ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും എന്നെ വഴക്ക് പറയും അവർ. അത് പക്ഷേ നോർമലി അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഫീൽ. പക്ഷേ ഇവിടെ അങ്ങനെ ഞങ്ങൾക്കിടയിലില്ല. ആ വഴക്ക് ഞാൻ കേട്ടോണ്ടിരിക്കും. ഒന്നെങ്കിൽ മടിയാണെങ്കിൽ മാത്രമല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി അവർ പറയുന്ന ബ്ലൗസ് ഇടും. അങ്ങനെയൊക്കെ എന്താ പറയുക, ഐ മിസ് മൈ ഫാമിലി. അതുപോലെ അജിത്തേട്ടൻ, അസോസിയേറ്റ് സാറ്, ഞങ്ങളുടെ ഡയറക്ടർ സാറ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും, ജോസേട്ടൻ, രാജീവ്, ജിഷ്ണു, എല്ലാവരും മിസ് ചെയ്യും എനിക്ക് വല്ലാണ്ട്. ഫോണൊക്കെ പറഞ്ഞു പോവുക, ഞാൻ തള്ളി. വിഷ്ണുവേട്ടൻ എനിക്ക് റിക്വസ്റ്റ് ഇതുവരെ അയച്ചിട്ടില്ല കുട്ടികളെ. ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ടല്ലേ, നോക്കട്ടെ. ഓക്കെ, മതി, മാറ്റർ അത് തന്നെ. ചേച്ചിനെ കാണാൻ ആഗ്രഹമുണ്ട് ബഷീർ. കാണാം എന്തെങ്കിലും. ഗായത്രി ചേച്ചി ഉണ്ടോ ഒന്നത്ത്? ഞാനിങ്ങനെ കണ്ടത്. ഇനി കരഞ്ഞാൽ നോക്കിക്കോ പൊടിയാ, കരയാതിരി പെങ്കൊച്ചെ. ലൈവ് സേവ് ചെയ്യും. ഇപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ. ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. കാവ്യ സുഖമാണ്. യോജിച്ച് ന്യൂ പ്രോജക്ട്സ് വരുന്നുണ്ടോ? ഒന്നും ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. കരയിപ്പിച്ചത് മതി, ചിരിച്ചാൽ മതി. സംഗീത, ഒരു കുട്ടി കരയിലില്ല, നിർത്തി. ഇനി എപ്പിസോഡ് തീരുമ്പോൾ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. സൂര്യ, നമ്മൾ ഉടനെ കാണും ഫ്രണ്ട്. ഗംഗ മഹാലക്ഷ്മി, ആ മാറ്റർ വിട്ട പിന്നെ ഞാനും ഇപ്പോൾ കരഞ്ഞാകാൻ നാശമാകും ഞാൻ. ചേച്ചി മലപ്പുറം വന്നിട്ടുണ്ടോ? ഇല്ല. സംസാരിക്ക്, എത്ര നാളായി സംസാരിച്ചിട്ട്. ചേച്ചി ചെന്നൈക്ക് വരുമോ? അയ്യോ. ആലിസ് ഹലോടാ. ഹലോ. ചിരി ഗുഡ്സൺ, ഗൗരിക്കുട്ടിയെ കാണണമെന്നുണ്ട്. എറണാകുളം വരുമ്പോൾ എന്തായാലും പറയണേ. യെസ്, പറയാം. ഒരു ചേച്ചി ഉയര്. താങ്ക് യു സോ മച്ച്. സങ്കടപ്പെടാൻ ഗ്യാപ്പ് കിട്ടാത്ത കൊണ്ടാണോ ഇവിടെ കരയുന്നത്? വോട്ട് ചെയ്തില്ല. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്താണ്. എനിക്ക് വോട്ട് കോട്ടയത്താണ്, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല. ചേച്ചിയും ചേട്ടനും എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഞങ്ങൾ കാണും. ഓക്കെ. സിനിയ, നേരിട്ട് കാണാം എന്നെങ്കിലും. ജിഷ്ണു, ഹലോ. ജിഷ്ണു എനിക്ക് വരച്ച് 2 പടമൊക്കെ കൊണ്ട് തന്നായിരുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അത് താഴെ ഇരിക്കുക. ഞാൻ പോയി എടുത്തിട്ട് വന്നാൽ നിങ്ങൾ കുറച്ച് സമയം, പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് വരാം. നന്നായിട്ടാണ് കുട്ടി വരച്ചെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പുതിയ പ്രൊജക്റ്റ് ഒന്നും ആയില്ല. ഹരിത ജനാർദ്ദനൻ ചിരിച്ച് ദേ. ചേച്ചി, യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്, അഡിക്റ്റഡ് ടു പ്രേമി. താങ്ക് യു സോ മച്ച്.
ഒരു ചേച്ചി ടുഡേയ്സ് എപ്പിസോഡ് വാസ് സൂപ്പർ, താങ്ക് യു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പൗർണമി തിങ്കൾ ഫാനാണ്. അശ്വര, കാവ്യ, ഉണ്ണി, റാം. ഇതെന്തോന്ന് ഈ ഡയലോഗ് പറയൂ, ഇതെന്തോന്ന്? ചേച്ചി കട്ട സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. ചേച്ചി വിഷ്ണു ചേട്ടനെ ആഡ് ചെയ്യാം. വിഷ്ണു ചേട്ടൻ വന്നാലേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂ പ്രൊജക്റ്റ് വരുമ്പോൾ പോസ്റ്റ് തന്നെ ഓഫ്കോഴ്സ്. എന്ത് വിശേഷം നടന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യും. പ്രോജക്റ്റ് ആയാലും എല്ലാം. എപ്പോഴും ചിരിച്ചിരിക്കണം. യെസ്, ചിരിച്ചിരിക്കാം. എനിക്ക് വിഷ്ണുയുടെ റിക്വസ്റ്റ് വരും. വിഷ്ണുയുടെ റിക്വസ്റ്റ് തന്നില്ല. കുക്കിംഗ് വീട്ടിൽ പോയിട്ട് ഞാൻ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോസ് മുടങ്ങാതെ ഇടാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. കല്യാണം ആവാറായോ? കല്യാണം അങ്ങനെ ആവാറൊന്നും ആയില്ല. ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ചേച്ചി എൻ്റെ പേജ് നോക്കണേ, പ്രേമി ലവ്. നോക്കാം. ഈ കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ പേജ് നോക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, തൗസൻഡ്സ് ഓഫ് പേജസ് ആണ്. അപ്പോൾ അത് എൻ്റെ വിചാരം ഞാനെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ചിലപ്പോൾ മിസ്സായിപ്പോൾ ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. കാരണം ഒരെണ്ണം നമ്മൾ ഫോളോ ചെയ്യുമ്പോഴായിരിക്കും അതുപോലത്തെ 10 എണ്ണം വരുന്നത്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്തിട്ടും. പക്ഷേ അതല്ലാതെ നമ്മുടെ കൺമുന്നിൽ വരാത്ത ഒത്തിരി ഇതുണ്ട്. ചേച്ചി ന്യൂ ഡ്രോയിങ്, ചേച്ചിയുടെ പിക്ക് ഇൻസ്റ്റയിൽ ഇടാം, നോക്കാം. അതാരത്? ദ ഗാങ്സ്റ്റർ കിഡ്. ഓക്കെ, ടൈം കിട്ടിയാൽ ഞാൻ ഇനിയും കാണാൻ വരും. ജിഷ്ണു, ഓ സന്തോഷം. ജിഷ്ണു വന്നിരുന്നു, ലൊക്കേഷനിൽ വന്നു, ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് നല്ലൊരു പടമൊക്കെ കൊണ്ട് തന്നു. ആരോ ഒരാൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ട്, ഗൗരിയെ കാണാൻ കയറിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, തുഷാര, ഹലോ, താങ്ക് യു സോ മച്ച്. ഷെറി, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ടാൻ റിമൂവിങ്. യെസ്, ഓഫ് കോഴ്സ്. വീട്ടിൽ ചെന്നിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഗൗരിക്കുട്ടി പുതിയ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തോ? ശരണ്യ, ഇല്ല, ഒന്നും കമ്മിറ്റ് ആയിട്ടില്ല. ചേച്ചി എന്നെ മിന്നു എന്ന് വിളിക്കാവോ? ഓ മിന്നു, ഉപ്പും മുളകും കുറച്ച് ചക്കപ്പഴം. കുറേ നേരം ഹായ് പറയും. ആരത്? ശ്രീജിത്തിന് ഹായ്. ചേച്ചി എൻ്റെ പേര് എൻ്റെ ഫാമിലി ഫുൾ ചേച്ചിയുടെ ഫാനാണ്. ക്രേസി ക്വീൻ. ഫാമിലിയുള്ള എല്ലാവർക്കും ഹായ്. കല്യാണമായ ഞങ്ങളെ വിളിക്കണേ? ഓഫ് കോഴ്സ് വിളിക്കാം. അയ്യോ സന, താങ്ക് യു സോ മച്ച്. ചേച്ചി വടക്കുന്നാഥ ക്ഷേത്രമാണോ? വരാം. കോട്ടയത്തേക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറേ നാളായിട്ട് എവിടെയായിരുന്നു കണ്ടില്ല. കുറേ നാളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. കുറേ പേര് പരിഭവങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ മിണ്ടുന്നില്ല, ലൈവ് വരുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ, ലൈഫിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പൗർണമി തിങ്കൾ ഫാൻസ്, ഹലോ. സാന്ദ്ര എസ് ബാബു, ഹായ്. സൂര്യ ചേച്ചിയാണ്. ഓക്കെ. ചേച്ചിക്കുട്ടി, ഞാൻ ട്യൂഷന് പോകാതെ മുങ്ങിയത് ഇവിടെ ഇരിക്കണം. ഓഹോ, പ്രേമി പൗർണമി തിങ്കൾ ട്യൂഷന് പോവാതെ ഇവിടെ ലൈവ് കാണാൻ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ സൂര്യ ചേച്ചി. ഓക്കെ, കല്യാണക്കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ മടുത്ത്. ഒടിയനാണ് ഏറ്റവും വലിയ നിർബന്ധം, ഞാൻ ഉടനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. കല്യാണക്കാര്യം പറഞ്ഞ് ആ മടുത്തെന്ന്. അയ്യോ, രശ്മി ചേച്ചി ഉടനെ ഒന്നും എറണാകുളത്തേക്കില്ല. നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ്? ഒന്നും കമ്മിറ്റഡ് ആയിട്ടില്ല. ചേച്ചി ചെയ്ത് നല്ല ക്യൂട്ടാണ്. ദേവിക കുഞ്ഞു, താങ്ക് യു സോ മച്ച്. ഒന്ന് ചിരിച്ചേ, സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ഓക്കെ, യൂട്യൂബിലിട്ട വീഡിയോസ് ഒക്കെ അടിപൊളിയാ. യെസ്, താങ്ക് യു. സുഖം. പൗർണമി നിങ്ങൾ ഫാൻസ് സുഖാണോ? യെസ്, സുഖാണ്. സ്റ്റുപ്പിഡ് സിസ്റ്റർ, ഹായ്. മഞ്ജലി, പുതിയ ഫോട്ടോഷൂട്ടില്ലേ? ഉണ്ട്. വിഷ്ണുവേട്ടൻ വന്നിട്ടുണ്ട്. മാരേജ് ആയില്ല. സാരി കളക്ഷൻ പാർട്ട് 2 യെസ്, പാർട്ട് 2, 3, 4, 5 ഒക്കെ ഇടുന്നതായിരിക്കും. ചേച്ചി ഓരോ ദിവസം കൂടുന്ന സുന്ദരിയാവാണ്. വന്നിട്ടേണ്ടാ. ഹലോ, ചെറിയ കുറച്ച് പരിപാടിയില്ല, കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട്. ചേച്ചിയുടെ മോള് അടുത്ത വീട്ടിലെ നമ്മുടെ നെയ്ബർ പിള്ളേര് ഒക്കെ ആയിട്ട് ഇവിടെ ബാർബിക്യൂ അടിക്കാൻ. കരിഞ്ഞ ചിക്കനാവോ ഇത് ഉണ്ടാക്കിട്ടൊന്ന് കാണിക്കണേ. ഇല്ല കാണിക്കാം. ലൈവാണ്. അമ്മ എവിടെ? മമ്മി ആത്താ കിച്ചണില്ല, നോക്കട്ടെ.
കിച്ചണിലാ നോക്കടാ ഇന്ത്യ ഇതാ ഇരിക്കുന്നു ഇവിടെ പണിയില്ല. പണിയില്ല. ചേച്ചി ലവ് മാരേജ് ആണോ അമ്മേ. അറേഞ്ച് മാരേജ് ആണോ? അതൊക്കെ എന്റെ പേര് അർച്ചന. അമ്മേ ഹലോ ഇവിടെ മുറങ്ങിക്ക്. അമ്മ. ലൈവാ ഗൗരി. ഹലോ എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്ത് അമ്മ. പോന്നില്ലേ ഇങ്ങോട്ട്? ഇല്ല മറ്റന്നാ. മറ്റന്നാള് വേറെ ആയോ? വേറെ ഒന്നും ആയില്ല അമ്മ, എല്ലാം നോയിക്കൊണ്ടിരിക്കുന്നു. ആ ശരി. സുഖം തന്നെയോ? ആ സുഖം. എന്നാ തിരിച്ചു പോകുന്നേ ഇങ്ങോട്ട്? ഞാന് 8-ാം തീയതി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് അങ്ങോട്ട് വരത്തുള്ളൂ. ആ ഫോട്ടോ കണ്ടു. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. നല്ല ഡ്രസ്സിംഗ് ഒക്കെ. ആണോ? ആ, ഓക്കേ. ഏതാ, മഞ്ഞയാണോ? അതല്ലേ സാരിയെക്കാട്ടിലും ആണോ? ആ നല്ല രസമുണ്ട് കാണാൻ. ഇനി കുറച്ച് മോഡേൺ ഡ്രസ് ഇടാം. ആ ഇതിനകത്ത് ഈ സാരി ഉടുത്തു ആ ഇനിയിപ്പൊ കുറച്ച് നാളത്തേക്ക് സാരി മാറ്റിയേക്കാം. ആ വേറെ ഡ്രസ് ഇടണം. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ. ആ എന്നാ ഉണ്ടാക്കിക്കോ. ഞങ്ങളുടെ ബാർബി അടിച്ച് ചപ്പാത്തി മിക്കവാറും ചപ്പാത്തി മാത്രം തിന്നേണ്ടി വരും. ചേച്ചിയുടെ മോള്. ഹലോ അറിയില്ല ഗൗരിയെ വരുന്നോ ബാർബി അടിക്കാൻ? ഓ ഇവിടുന്ന് ഞാൻ ഇനി 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ചങ്ങനാശ്ശേരി വരണം. പിന്നെ നീ ട്രിവാൻഡ്രത്താണല്ലോ. ഒരു അടിപൊളി മസാല സ്പെഷ്യൽ എന്തൊക്കെ ചേർന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓ സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്കൊക്കെ മാറ്റിയിട്ടുള്ളോ? എന്നാ മാറ്റിയത്? ആഹാ ഇപ്പൊ ഞാൻ അറിയില്ലോ. മുടി ഇവിടെ വെട്ടി. ലൈറ്റ് ആയിട്ട് ചെറുതായിട്ടൊക്കെ മാറ്റിട്ടു. മറ്റേ കാടൻ ലുക്കൊക്കെ മാറ്റി. കാടനങ്ങ് മാറ്റി അല്ലേ? മുടിയൊക്കെ വെട്ടി ഒതുക്കി. നന്നായി. ഉം. ഇന്നലെ നീ പോകുമ്പോ അമ്മയോട് വീട്ടിലേക്ക് വാ. പറഞ്ഞതേ ഉള്ളൂ വിഷ്ണു മുടി വെട്ടാൻ പറയാൻ. തിരിച്ചു പോകുമ്പോ വീട്ടിലേക്ക് വാ. ആ 9 എന്റെ കൂടെ കസിൻസ് ഒക്കെ ഉണ്ട്. ആണോ? എന്നാ പൊക്കോ. എല്ലാവർക്കും കൂടെ ഫുഡില്ല ഇവിടെ. എല്ലാം നിന്നെപ്പോ തന്നെ പോളിംഗ് ആയിരിക്കും. ഇല്ല, ഒരുത്തൻ വെജിറ്റേറിയനാ, പിന്നെ മറ്റവൻ അത്യാവശ്യം കഴിക്കും. അയ്യോ കത്തിക്കോ മിക്കവാറും ഇതൊന്നും ഞാൻ ബാർബിക്കോ. യുമാർ എന്നെ ബാർബിക്കോ ആക്കുന്നു. പിന്നെ പെപ്സി ഒഴിച്ചാണോ കത്തിക്കുന്നേ? പെപ്സി അല്ലത്, കൊക്കക്കോളയുടെ കുപ്പിക്കാത്ത മണ്ണേ. അയ്യോ ദേ വേറെ എൻട്രി കാണിച്ചു തരാം. ആരായിരിക്കും? കറക്റ്റ് ടൈമിങ്ങില എൻട്രി. ആ ഇത് എങ്ങനെ സാധിച്ചു? എനിക്കറിയില്ല. നോക്കട്ടെ. കത്തിക്കടാ. ഹായ് സുഖ, ശോഭന. ലൈവ് സേവ് ചെയ്യാം. ഗൗരിമോളെ, അനീഷ്. ബാർബിക്യൂ കഴിക്കാനുള്ള കത്തിക്കോറാ. ഹലോ മൊത്തം പുക മൊയായി പോണു. ലൈവ് ഓടിയതാണോ? ലൈവ് ആയതുകൊണ്ട് ഓടിയതാണോ? അതെ ഒരുത്തി ഒളിച്ചിപ്പുണ്ട്. അനിയത്തി. ഹലോ ഹലോ. അപ്രതീക്ഷിതമായിട്ട് എൻട്രി ആയിപ്പോയത്. അവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ആയിരിക്കും, നല്ല കാവ്യയും സിസ്റ്ററും. ചേച്ചി അനിയത്തില്ല അതുകൊണ്ടറിയും. എടി നിന്നെ നിന്റെ ചേച്ചിയോട് ഒരുപോലെ ഇരിക്കുന്നേ.
അല്ലല്ലോ, ഞങ്ങക്ക് നല്ല പിന്നെ വ്യത്യാസമില്ലേ? പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ആണോ? പിന്നെ കൊച്ചിൻ ലൈവ് നടക്കട്ടെ, ഞാൻ ബാർബിക്ക് സെറ്റ് ആക്കട്ടെ. ബാർബിക്ക് സെറ്റ് ആകട്ടെ. ഓക്കെ, ശരി ശരി, പൊക്കോ അപ്പൊ പൊക്കോ. എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ ലൈവിൽ വരുന്നതായിരിക്കും. പിന്നെ ലൈവിൽ വരുന്നതായിരിക്കും. എന്റെ അമ്മോ ഓക്കെ പുകയ്ക്കുന്നു. അമ്മോ പുകയ്ക്കുന്നു. ശരി, ഓക്കെ, ടാറ്റ. ഹലോ, പിന്നെ ലൈവ് കാണാം. കറക്റ്റ് ടൈം. പിന്നെ ലൈവ് കാണാം. എല്ലാവർക്കും ഹായ് 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 ഹായ്. ഹായ് 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 ഹായ്. You ഹായ് ഹായ് ഹായ്. അപ്രതീക്ഷിതമല്ലേ? അപ്പൊ നീ ലൈവ് കണ്ടിന്യൂ ചെയ്യും, ഞങ്ങൾ ബാർബിക്ക് കണ്ടു ചെയ്യട്ടെ. ബാർബിക്ക് കണ്ടു ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, ശരി, ടാറ്റ. ബൈ. ബൈ. ഗൗരി എന്താ ഇങ്ങനെ മുടിയാക്കി വെച്ചിരിക്കുന്നേ? മുടിക്ക് എന്താ പ്രശ്നം? എന്താ മുടി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ചോദിച്ചാൽ മനസ്സിലായില്ല. എല്ലാവരും ഉണ്ടല്ലോ ലൈവ്. ഓക്കെ, മൊത്തത്തിൽ കരിക്കുമോ? മിക്കവാറും കരിക്കുമെന്ന്. അപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, നമ്മൾ പോയിട്ട് പിന്നെ വരാം. അയ്യോ ഇല്ല, കാവ്യ പോവാണോ? ഇനി ചോദിച്ചോ. വിഷ്ണുടെ വന്നിട്ട് പോയി. ഇനിയിപ്പോ ഞാൻ ഇത്രയും സിമ്പിൾ ആയ സെലിബ്രിറ്റീസ് വേറെ ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച് സൂര്യ ചേച്ചി. ആൽഫിയ പ്രേമി കൊച്ചു ഹലോ. ടീ കുടിച്ചു. ചേച്ചിക്ക് മേക്കപ്പ് ഇല്ലാതെയാണ് കൂടുതൽ ഭംഗി. കറക്റ്റ് ആണ്, ഇത് എല്ലാരും എന്നോട് പറയും. അപർണ ഹലോ. വിഷ്ണുവിന്റെ കസിനാണ് അപർണ. പോയില്ലേ? ഗുഡ്. അനീഷ് ചിരി കണ്ടാൽ അത് മതി. അനീഷ്, താങ്ക് യു സോ മച്ച് അനീഷ്. വിഷ്ണുവിന്റെ വീട് അടുത്താണ് ഗൗരിയുടെ വീട്? അതെ, ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്, ചങ്ങനാശ്ശേരി അടുത്താണ്. അരുണദേവി ഹലോ. വിഷ്ണു പ്രോഗ്രാമിൽ അല്ലേ? ചേച്ചി പാപ്പനംകോട് റിസോർട്ട് ചൂട്ടാണ്. പാപ്പനംകോട് എവിടെയാ റിസോർട്ട് ഉള്ളത്? കൊച്ചു താങ്ക് യു സോ മച്ച്. പ്രതീക്ഷ ഹലോ. ആരതി വിഷ്ണു ചേച്ചിയുടെ ഇൻസ്റ്റ 95K ആയല്ലോ. യെസ് ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാ. ബ്യൂട്ടി സീക്രട്സ് പറയാലോ. അയ്യോ ഈ ബോഡി ലക്ഷ്മി. അമൃത ഓക്കെ, ഹായ് അമൃത ഹലോ. ചേച്ചി മലയാളിയാണോ? അയ്യോ, ഞാൻ ഈ സംസാരിക്കുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി ഞാൻ മലയാളിയാണോ എന്ന്. ചേച്ചി എന്നാ ഉണ്ട് വിശേഷം? അപർണ നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. രാം ഹലോ. പ്രേമി പൗർണമി തിങ്കൾ ഹലോ. പ്രേമം പ്രേമിയോട് ഹായ്. ചേച്ചി ഒന്ന് ചിരിക്കോ? ചിരിച്ചല്ലോ. ഞങ്ങളുടെ കമന്റ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? കമന്റ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഫോട്ടോസിന്റെ താഴെയുള്ള എല്ലാ കമന്റ്സും വായിക്കാറുള്ള ഒരാളാണ്. ഒരുപാട് സന്തോഷം തോന്നും നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോൾ. ബംഗാളിയാണ്. മരം കയറി പെണ്ണ് വന്നല്ലോ, അത് തന്നെ പറ. നിങ്ങള് എന്തേ പോയോള്? ലക്ഷ്മി എന്നോട് മിണ്ടാത്ത എന്നാ? അനന്യ ഹലോ. മിണ്ടാത്ത എന്താ? മനഃപൂർവ്വം അല്ല കേട്ടോ, ഒത്തിരി ഇങ്ങനെ വരത്തില്ലേ, എനിക്ക് ഇത് കാണുമ്പോഴാ വിഷമം വരും. ബൈ ചേച്ചിക്കുട്ടി, നമുക്ക് പിന്നെ കാണാം. അഡിക്റ്റഡ് ടു പ്രേം. ബൈ. അവന്തിക ഹലോ. വരതേഷ് ഹായ്. ചേച്ചി ലക്ഷ്മി ചേച്ചി ആഡ് ചെയ്യോ? ലക്ഷ്മി റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? റിക്വസ്റ്റ് വന്നിട്ടില്ല. ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മിപ്രിയ. ഉണ്ട്, ഞാൻ വെയിറ്റിംഗ്. പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതിന് മറുപടി സൗന്ദര്യ രഹസ്യമാണോ? നിനക്ക് ഞാൻ പേഴ്സണലി ഞാൻ അയച്ചു തരാം കേട്ടോ, എന്നാ സൗന്ദര്യ രഹസ്യം. ആദ്യം നീ നിന്റെ റേഞ്ച് ഇല്ല മുത്തേ. ഓക്കെ, നീ ഷൂട്ടിലാണോ? ആദ്യം ലക്ഷ്മിയുടെ സൗന്ദര്യ രഹസ്യം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ആഗ്നേൽ റോബർട്ട് ഹലോ. ചേച്ചി സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ഹായ് തരോ? ബിഗ് ഫാൻ ആണ്. പോടാ പൊടിയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സൂര്യ അച്ചു താങ്ക് യു. അനഘ ഹലോ. ആദർശ് ഹായ്. ചേച്ചിക്കുട്ടി മിസ് ചെയ്യും. അപർണ യാ മിസ് ചെയ്യും, സാരില്ല, ഉടനെ വേറെ പ്രൊജക്റ്റ് ആയിട്ട് വരാം. ചേച്ചി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അത് പൗർണമിയെ പോകുന്നുള്ളൂ, ഗൗരി എങ്ങും പോകുന്നില്ല. ഗൗരി എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങക്ക് മിസ്സാവാൻ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കത്തില്ല. മാങ്ങ പറിക്കാൻ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ മാമനെ കല്ലേന്ന് പറഞ്ഞ ലക്ഷ്മി.
ഹായ് പ്ലീസ്. വിദ്യ പൊന്നൂസ് ഹലോ. സൂരജ് ഗൗരി ചേച്ചി ഏജ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 27. ദിസ് ഇസ് ടു മച്ച്. എത്ര നേരമായി ഹായ് പറഞ്ഞു? ജിനീഷ ഹായ്. മാലുസ് ഹലോ. ഇപ്പം എന്താ ചോദിക്കുക. വിജയ് ഉയർ എന്നെ എടുക്കുക. ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ വലിയ ഫാനാണ്. അഞ്ജു ഹലോ. ചേച്ചി ലവ് യു. അശ്രിത ലവ് യു ടു. ചേച്ചി ഞങ്ങളുടെ കൂടെ ലൈവ് വരുമോ? ഓ വരാം. പൗർണമി തിങ്കൾ അവസാനിപ്പിച്ച ചേച്ചി. പൗർണമി തിങ്കൾ എന്താ പെട്ടെന്ന് അവസാനിച്ച? റേറ്റിംഗ് ഡൗൺ ആണ്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈ ചേച്ചി. നിഖിൽ ജി ദാസ് ഗുഡ് നൈറ്റ്. നിഖിൽ ഗുഡ് നൈറ്റ് കേട്ടോ. ഒരു മിനിറ്റ്, ഇതെന്നതാ ചേച്ചി? എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറക്കണ്ട, അയ്യോ മറക്കണ്ട. ഞങ്ങളെ കൂടെ വീഡിയോ ചെയ്യാവോ? ഓ വീഡിയോ ചാറ്റ് എങ്ങനെ? നിങ്ങൾ ഗ്രൂപ്പിലാണോ പറയുന്നത്? ഗ്രൂപ്പിൽ ഞാൻ ഒരു ദിവസം പേഴ്സണലി വരാം. ബുക്ക് അധികം 101 ചോദ്യങ്ങൾ. ഒരു ബുക്ക് ഇറക്കണം. 101 ചോദ്യങ്ങൾ ടു ഗൗരി ചേച്ചി. സാന്ദ്ര ഹലോ. ഗൗരി ചേച്ചി ലവ് യു ടു. വാവ എവിടെ? വാവയുടെ വീട്ടിലാണ്. അത് ആക്ച്വലി വാവ എന്റെ സീരിയലിലെ വാവയാണ്. എന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്റെ കുട്ടിയാണോ. ഞാൻ മാരീഡ് അല്ല, എന്റെ കുട്ടിയല്ല. ഹായ് അർച്ചന. ഞാനും വലിയ. ആശ ചന്തു ഹലോ. അതെ ചേച്ചി ഗ്രൂപ്പിൽ. ഓക്കെ, ഗ്രൂപ്പിൽ വരാം. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യാം. സ്പാർക്ക് ഡെവിൽ. ഈ സ്പാർക്ക് ഡെവിലിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ പിള്ളേരെ? ഞാനല്ല അതിന്റെ അഡ്മിൻ. ഇനിയും ഒരുപാട് വിവരങ്ങൾ. തുഷാര താങ്ക് യു സോ മച്ച്. ഐ ഹാവ് സെൻഡ് യു എ ഗിഫ്റ്റ്. യു ക്യാൻ കളക്ട് ഫ്രം വിഷ്ണുസ് ഹോം. അനിയത്തിക്കുട്ടി. വിഷ്ണുവിന്റെ അങ്ങോട്ടാണോ അയച്ചത്? ഒരു ഹായ് തരാമോ പ്ലീസ്? അപ്പു ആദി ഹെൽപ്പ്. എനിക്ക് ഇടയ്ക്കിടെ കട്ടാവുന്നു. അതിന് സുവനേച്ചിയുടെ വീട്ടിലെ റേഞ്ച് ഇല്ലല്ലോ. വിഷ്ണുട്ടൻ ഗൗരിജി ഫാൻസ് ഹലോ. ഗൗരിജി ലവ് യു ടു. എനിക്ക് ഹായ് തന്നില്ല. സൗഭാഗ്യ ഹായ്. ചേച്ചിക്ക് ഒരു പ്രാവണ്യ അറിയോ? പ്രാവണ്യോ? ചേച്ചി ഞാൻ ഇൻസ്റ്റ മെസ്സേജ് റിപ്ലൈ തന്നില്ല. അയ്യോ അവർണ ഞാൻ കണ്ടില്ല. കാർത്തിക് ഹലോ ഹായ്. പോയിട്ട് ഒരെണ്ണെങ്കിലും ചോദിക്കും. അതെ, എന്റെ ഉമ്മ ചേച്ചിയുടെ കട്ടക്കാണ്. ഉമ്മയ്ക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ബഷീർ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. നൈജ്ല താങ്ക് യു. ദേവിക ഹലോ. കിച്ചു ഐ ലവ് യു ടു. പൊടിയാൻ പോവാണോ? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടിട്ട് സങ്കടം വന്നു. ആ വീഡിയോ കണ്ട് എനിക്ക് സങ്കടം വന്നു. ക്രാഫ്റ്റ് വേൾഡ് ഒരുപാട് മെസ്സേജ് അയച്ചു. അയ്യോ ഞാൻ കണ്ടില്ല. പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്നാണ് കോട്ടയത്തേക്ക്? എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ടേ കോട്ടയം പോകത്തുള്ളൂ. കണ്ടിന്യൂ മോർ ഫോട്ടോഷൂട്ട്സ് ഓൺ സാരി. യു ലുക്ക് ഗോർജിയസ് ഓൺ സാരീസ്. യെസ് ഓഫ് കോഴ്സ്. ആര്യ അയച്ചു. ചേച്ചിക്ക് ഇനിയും ഒരുപാട് വർക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഗോപിക ഞാൻ മെസ്സേജ് അയച്ചു, ഒന്നും റിപ്ലൈ ഇല്ല. ഗോപിക ഹായ്. റിപ്ലൈ തന്നില്ല. ആരിൻ ഹായ്. എത്ര നേരമായി ഒരു ഹായ് പറയുന്നു. അയ്യോ. റേണൂസ്. ഓക്കെ. സ്മിത ലക്ഷ്മി ചേച്ചി ഹലോ ഹായ്. ചേച്ചി എന്നെ അറിയാമോ? നിഖിൽ എനിക്ക് അറിയാം. നിഖിൽ ദാസ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, എനിക്കറിയാം. സുന്ദരിയാണ്. എസ്പെഷ്യലി സ്മൈൽ. ശ്രീലക്ഷ്മി താങ്ക് യു സോ മച്ച്. ആ ഗെയിം കളിക്കാൻ ടൈമായി. ചെക്കന്മാർ വിളിച്ചോണ്ടിരിക്കുക. ഓ പാതിരാത്രിയാണോ ഗെയിം കളി? പോയി കളിക്ക്. കാവ്യ ഉണ്ട്. ഇൻബോക്സ് നോക്കാം. ഞാൻ വന്നതേ ഉള്ളൂ. ഓ സ്മിത ചേച്ചി. വിൽ യു മാരി മീ? ഹരീഷ് കൃഷ്ണൻ. ഹരീഷ് വോട്ട് ചെയ്തോ ചേച്ചി? വോട്ട് ചെയ്തില്ല. ചേച്ചി പൊളിയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു. അരുണാദേവി ലവ് യു ടു. ഞങ്ങളും കുറെ കരഞ്ഞു ചേച്ചി കരയുന്നത് കണ്ട്. സന്ധ്യ താങ്ക് യു സോ മച്ച്. വീട്ടിലെല്ലാരും എന്തിയ ചേച്ചി കുട്ടീസ്? ഞാൻ എന്റെ വീട്ടിലല്ല, ഞാൻ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ ഉള്ളവരെല്ലാരും ഇവിടെ തന്നെയുണ്ട്. ചേച്ചിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നമുക്ക് എന്തെങ്കിലും കാണാം. ഇൻബോക്സ് നോക്കാം. ഹായ് ചേച്ചി. മായ ഉണ്ടോ? മായ എന്റെ അമ്മയല്ലേ? എന്നെ ചേച്ചി എന്ന് വിളിച്ചിട്ട് അമ്മ പേര് വിളിക്കുന്നു. കഴിഞ്ഞ ഫോട്ടോഷൂട്ടിൽ മേക്കപ്പ് കൂടിയ പോലെ തോന്നി. ആ സുൽത്താനയുടെ ഗെറ്റപ്പ് ആണോ? എനിക്ക് അവരുടെ മേക്ക് ഓവറിന്റെ അല്ലേ, അപ്പൊ അവരോട് മേക്കപ്പ് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇൻബോക്സ് അങ്ങനെ. സൺമയ ഹായ്. മേഘ്ന ഹായ്. വിഷ്ണുരൻ ഗൗജി ഫാൻസ്. ആര് പറഞ്ഞ പെണ്ണെ റേഞ്ച് ഇല്ലെന്ന്? ഹൈ റേഞ്ച് ആണ്. ചിരിക്കൊടുക്കേ. കാവ്യ എന്താ ആടണെ വെറുതെ ഇരുന്ന് ആടിയേ ഉള്ളൂ. ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് അല്ല നല്ല ഭംഗി. താങ്ക് യു. ഇഫ് ഐ സെൻഡ് എ ഗിഫ്റ്റ് യു ക്യാൻ യു കളക്ട് ഫ്രം വിഷ്ണുസ് ഹോം?
യാ വിഷ്ണുവിനെ അറിയാം. വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അയക്കോ? വിഷ്ണുവിന്റെ ഒന്ന് സ്മൈൽ ചെയ്യോ? ഓക്കെ, സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തോ പെട്ടെന്ന്. ഞങ്ങളുടെ മലപ്പുറം വരണേ വരാം ചേച്ചി. വെട്ടുകാട് ചർച്ചിൽ എപ്പോഴും പോറുണ്ട്. എപ്പോഴും പോകല, പക്ഷെ എന്നാ ഇടയ്ക്കിടയ്ക്ക് പോകും. ഇടയ്ക്കിടയ്ക്കല്ല, വല്ലപ്പോഴും. ചേച്ചി കോട്ടയം പനച്ചിക്കാട് വന്നിട്ടുണ്ട്. എന്റെ വീട് അവിടെ. അയ്യോ, ഞാൻ എപ്പോഴും വരുമല്ലോ പനച്ചിക്കാട്. ട്രിവാൻഡ്രം ആയത് കൊണ്ടാണോ വോട്ട് ചെയ്യുന്നത്? അതെ, കോട്ടയത്ത് പോയില്ലല്ലോ. എനിക്ക് വോട്ട് കോട്ടയത്താണ്. അഷ്കർ താജുദ്ദീൻ ഹലോ. ചേച്ചി നക്ഷത്രം ഏതാ? രേവതി. ഓക്കെ ചേച്ചി, ഒന്ന് ഫോളോ ചെയ്യാം. പ്രേമി ഡൈ ഹാർട്ട് ഫാൻ. ഞാൻ ഫോളോ ചെയ്തിട്ടില്ലേ? ചെയ്യാം കേട്ടോ. എന്റെ ഒരു ഹായ് ഒന്ന് വായിക്കോ? സ്മൈൽ കിങ് ആൻഡ് എക്സ്പ്രഷൻ ക്വീൻ, താങ്ക്. മാരേജ് എപ്പോൾ കാണും? അറിയത്തില്ല. ഹായ് തെറിച്ച് അമ്മൂസ് ഹലോ. ഗിഫ്റ്റ് ആണ് ചേച്ചി ഞങ്ങൾക്ക്. എന്ത് അഡ്രസ് പറയാമോ? പ്രേമി ലവർ പേഴ്സണലി അയച്ചു തരാം കേട്ടോ. കണ്ണൂർ വന്നായിരുന്നോ? കണ്ണൂര് ഇല്ല, വന്നിട്ടില്ലെന്തോ. ആണിക്കാട് അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പൗർണമി ചേച്ചി എന്തോ? ചേച്ചി ഒരു ഹായ് പറയോ? രാം ഹായ്, ലച്ചു ഹായ്. ചേച്ചി എന്നെ ഫോളോ ചെയ്യാറും. ഓ, അനന്യ എത്ര നേരമായി ഹായ് ചോദിക്കുന്നു. ജീൻ ജെയിൻ ജെൻ ജെയിൻ എന്റെ മേരി എന്താണ് ദൈവം. ഒന്നാമത്തെ കാര്യം ആളുടെ പേര് വായിക്കാൻ പറ്റത്തില്ല. ബഷീർ അയച്ചരാം. എന്റെ ചേച്ചി പേര് പറയാമോ? സന്ധ്യ നായർ. ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ കാണാൻ കാണാൻ വന്ന ചേച്ചി ഉണ്ടാവോ? ആ, ഞാൻ ഉള്ളപ്പോ പോരെ. മീനാക്ഷി മീനു ഹായ്. ആതിര അഞ്ജൂസ് ഹായ്. സുശാന്ത് ടാറ്റ. രൂപിക ഹായ്. ബാവ രഞ്ജിത ഹായ്. ദേവിക ആർ ഹരീഷ് ഹായ്. അമ്മയ്ക്ക് അച്ഛനും സുഖമാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട് കരഞ്ഞു പോയി. സൂപ്പർ ഗീഗൾ, താങ്ക് യു സോ മച്ച്. പ്രേമി ലവർ ഓക്കെ. ആതിര അഞ്ജൂസ് ഹായ്. ചേച്ചി തിരുവനന്തപുരത്ത് എത്ര ദിവസം കൂടി ഉണ്ട്? 3-4 ദിവസം കൂടി ഉണ്ട്. എമി ലൂയിസ് കാലിക്കറ്റ് വന്നിട്ടുണ്ടോ? ഉണ്ട്. സ്മിത രാജു ആ സുഖാണ്. തൃശ്ശൂർക്ക് വരുമ്പോൾ പറയോ ചേച്ചി? വരാം. അല്ല, പറയാം. പപ്പക്കാടോ? അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി അമ്പലത്തിൽ പോയി നിൽക്കരുത്. എന്റെ ദേവിയെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ സ്വയം തള്ളുന്ന പോലെ ആയിപ്പോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെൻഡ് യു സംതിങ്. എന്താണ് രശ്മി ചേച്ചി? ഇന്നത്തെ പോലെ റേഷൻ റൊമാൻസ് ഇനിയുണ്ടോ? സീരിയല് തീർന്നു കൂട്ടി. ഇനിയിപ്പോ റേഷൻ റൊമാൻസും ഇല്ല, ഒരു റൊമാൻസും ഇല്ല. ചേച്ചി സാരി കൊള്ളാം. ഇത് സാരി അല്ലല്ലോ, ഇത് ചുരിദാറല്ലേ. നിമിഷ വന്നിട്ടേണ്ടാ? നീ എവിടാ? ലിൻഡു ബെന്നി. മായ ഉണ്ടോ ചേച്ചി? ആൽബിൻസ്. ഈ മായ എന്റെ അമ്മയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചേച്ചി ഗുരുവായൂർ വന്നിട്ടുണ്ടോ? യെസ്, വന്നിട്ടുണ്ട്. ചേച്ചിയുടെ നെയിം റിത. റിത ഹായ്. ഹായ് പൗർണമി ചേച്ചി. അഭിനവ് ഹലോ. വിഷ്ണുചേട്ടന്റെ കൂടി ആഡ് ചെയ്യണം. വിഷ്ണുചേട്ടൻ വന്നിട്ട് പോയതേ ഉള്ളൂ. വിഷ്ണുചേട്ടൻ അവിടെ ബാർബിക്യൂ കുക്കിങ്ങിലാണ്. ഞാൻ വെറുതെ ഇനി ഡിസ്റ്റർബ് ചെയ്ത് കോഴിയെ ചുട്ട് കരിക്കുന്നില്ല. ഞാൻ കുറെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് നോ റിപ്ലൈ. ആരത്? അവന്തിക. ഓ, നോക്കാം ഞാൻ. ചേച്ചിക്ക് ആഫ്റ്റർ 18 ഏജ് ആയാൽ ഞാൻ ചേച്ചിയെ കാണാൻ വരും വീട്ടിലേക്ക്. അപ്പൊ 18 വയസ്സായിട്ടില്ല അല്ലേ? കുഞ്ഞു കുട്ടിയാ. കോട്ടയത്തുണ്ടോ നീ? ഞാൻ 8-ാം തീയതി കഴിഞ്ഞ് വരുവേ. ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, വെട്ടുകാട് പള്ളി. ആഹാ. സ്മിത ചേച്ചി സുഖാണ്. സീരിയൽ കഴിഞ്ഞുള്ള ചേച്ചി. യെസ്. ഡിന്നറിന് ചപ്പാത്തി അല്ല, ദോശയും മുട്ടക്കറി. ചേച്ചി ഒരു അനുഗ്രഹം എനിക്കൊരു ഹായ് തരുമോ? അല്ല, അനുഗ്രഹ ഹായ്. ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ രണ്ടുപേരും ലൈവ് പറഞ്ഞേ. വരാം. ഓഫ്കോഴ്സ് വരാം. ചേച്ചി അമ്മയെ കാണിച്ചു. അമ്മ അച്ഛനും ഇവിടെ ഇല്ല. ഞാൻ എന്റെ നാട്ടിലാണ്, അമ്മയുടെ വീട്ടിലാണ്. അമ്മ അച്ഛനും കോട്ടയത്താണ്. ചേച്ചി ഞാനും ഹസും കൂടെ വരാം. മീൻസ് ഓഫ് കോഴ്സ് പോരെ. ചേച്ചി ആര്യദേവി ഹലോ. ഇനി എന്നാ എപ്പിസോഡ് ഉണ്ടെന്ന് ഉദ്ദേശിച്ചത്? കാര്യം നമുക്ക് തരത്തില്ല. എന്ത് തരത്തില്ല? എത്ര നേരം കൊണ്ട് പറയുന്നു ചേച്ചി. ഓ, ആരത്? ഹിസ് കാന്താരി ഹലോ. എന്റെ പേരൊന്ന് വിളിക്കോ? ആഗ്രഹം കൊണ്ടാ. ശ്രീലക്ഷ്മി ഹലോ. ശ്രീലക്ഷ്മിയുടെ മെസ്സേജസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ചേച്ചി കാണാൻ പറ്റുമോ? ആര്യാ? നമുക്ക് കാണാം കേട്ടോ. ആരാന്നൊന്നും വിളിക്കുവോ? ചേച്ചിയുടെ ഒരു പിക്ക് വരച്ചിട്ടുണ്ട്, എനിക്ക് അയച്ചതാ. ഒരു ഇൻസ്റ്റാ മെസ്സേജ് നോക്കാം സൂര്യ ചേച്ചി. നോക്കാം ഞാൻ. ലൈവ് സേവ് ചെയ്യുമോ? ലൈവ് സേവ് ചെയ്യാലോ.
ഞാൻ ഈ ആൽബിൻ സ്റ്റൂവിനോട് കുറെ നേരമായിട്ട് ചേച്ചി മായ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ മായ എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ അമ്മയാണോ ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ തന്നാലല്ലേ എനിക്ക് ഇന്ന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഞാൻ ഉടനെ ചിത്രാഞ്ജലി വരും അപ്പോൾ കാണിച്ചു. എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. സംതിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അയച്ചു കൊണ്ടേയിരിക്കും, വാങ്ങിച്ചോണം. പിന്നെ ഞാൻ കോൾമി ഗീതു. എനിക്ക് മാമാങ്ക സീരിയൽ ചേച്ചി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചി വിഷമിക്കരുത്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ തള്ളലാണെന്ന് പറയൂല ചേച്ചി, കാര്യം പറയൂല, ഞാൻ പറയൂല. ചേച്ചി എന്നെ പേരൊന്ന് വിളിക്കോ? രാജി ഹലോ, എന്നെ ഒന്ന് വിളിക്കോ? കൊച്ചു ഹലോ, കൊച്ചു 7. ചേച്ചി ഇൻസ്റ്റ മെസ്സേജ് നോക്കാം. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? എന്റെ പൊന്നെ, സൂര്യപ്രിയ ചേച്ചി ഒരു ഹായ് പറയാമോ? സൂര്യപ്രിയ ഹായ്. ഇരിഞ്ഞാലക്കുട കാന്താരി മുംബൈക്ക് വരുന്നു. ബിന്ദു ചേച്ചി മുംബൈക്ക് വരാൻ ഞാൻ. അനീതി സീരിയൽ കണ്ടപ്പോ മുതൽ കട്ട ഫാനാണ്. ദേവിക താങ്ക് യു സോ മച്ച്. മാളവിക മലൂസ് ഹലോ. ചേച്ചിയുടെ ഫസ്റ്റ് സീരിയൽ ഏതാ? അനീതി ഹായ്. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ തന്നല്ലോ. ഹരീഷ് ഫുഡ് കഴിച്ചില്ല. ഇനി കരയിലിടട്ടാ. ഇല്ല കരയില്ല. വേറെ ഏത് ക്യാരക്ടർ വന്നാലും പൗർണമി സ്പെഷ്യൽ. യെസ് ഓഫ് കോഴ്സ്, പൗർണമി എനിക്കും എപ്പോഴും സ്പെഷ്യൽ ആണ്. ചേച്ചിയെ വീട്ടിൽ എന്താ വിളിക്കുന്നത്? വീട്ടിൽ വിളിക്കുന്നത് പൊന്നു. താങ്ക് യു ഷിബു. പാറു ഹലോ. റിപ്ലൈ എന്റെ പേര് വിളിക്കൂ. അൻഷിത ഹലോ. ഒരു ടിപ്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു ചേച്ചി പോയി. ലച്ചു ചേച്ചി ലച്ചു പോയെന്ന് തോന്നുന്നു. ലച്ചുവിനോട് എന്താ അവളുടെ അച്ഛൻ പറഞ്ഞെന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്, ലച്ചു പറയും കേട്ടോ. അർജുൻ ജോസ് നമ്പർ തരുവോ? ചേച്ചി പ്ലീസ് ഒരു ഹായ് പറയോ. ഡാഡീസ് ഗേൾ ഹലോ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. യു ആർ സച്ച് എ ക്യൂട്ട് പേഴ്സൺ. താങ്ക് യു സൂര്യ ചേച്ചി. രഹസ്യമല്ല, രഹസ്യം പറയില്ലല്ലോ. അതാണ് രാമന്റെ ദേവി അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. കസീബ ഹലോ. നൈസ്. ഫേവറേറ്റ് സീരിയൽ ഏതാ? എല്ലാം ഞാൻ അഭിനയിച്ച എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്റെയും വീട്ടിൽ വിളിക്കുന്ന പൊന്നു എന്നാണ്. മോളെ കാണാൻ വേണ്ടി മാത്രം സീരിയൽ കാണുന്ന ഞാൻ. രഞ്ജിത്ത് ആചാര്യ താങ്ക് യു. വിഷ്ണുവിന്റെ ജോലി. വിഷ്ണുവിടെ വന്നിട്ട് പോയി. ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്തില്ല. എന്താന്ന് പറയില്ലേ കുട്ടിയില്ല കേട്ടോ. എന്ത് പറയാനാ സ്മിത ചേച്ചി? ചേച്ചി പൗർണമി തിങ്കൾ നിന്നാണ് ഞാൻ ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങി. ബഷീർ താങ്ക് യു സോ മച്ച്. ലക്ഷ്മിയോട് ചോദിച്ചു നോക്കിയോ, ലക്ഷ്മി പറയും. എന്തോ അനിയ അബ്ദുൾ മജീദ് അയക്കാം. ചേച്ചി ഹായ് പറയോ. ഡോക്ടർ ഐശ്വര്യ മധുസൂദനൻ ഹായ്. ഡോക്ടറാണോ താങ്കൾ? എത്ര നേരം ഞാൻ ഹായ് പറയുന്നു. റാമിന് ഞാൻ കുറെ തവണ ഹായ് പറഞ്ഞു, എന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ചേച്ചിക്കുട്ടി ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാൻ ആണ്. അവന്തിക താങ്ക് യു സോ മച്ച്. ഡിഫറെന്റ് ആയിട്ട് സ്റ്റോറി സെലക്ട് ചെയ്യണം ഇനി. സീരിയലില് അങ്ങനെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് സ്റ്റോറി ഒന്നും നമുക്ക് കിട്ടത്തില്ല. വരുന്നത് അത്രയും സന്തോഷം, ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ലക്കി ഫാക്ടർ ആണ്. അപ്പം സീരിയലിൽ നമ്മൾ വരുന്ന നല്ല പ്രൊജക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചി എന്താ പാർട്ടി? നന്ദന ഹലോ. പിന്നെ ചെയ്യുന്ന ചേച്ചിന്റെ ചേട്ടൻ ലൈവ് വരുമോ? വരാം ചേച്ചി. ഞാൻ ചെയ്ത തഗ് ലൈഫ് ഫ്രണ്ട് പൗർണമിത്തിങ്ങൾ തഗ് ലൈഫ് സൂപ്പർ ആയിരുന്നു. കണ്ടതിൽ പിന്നെയും ഞാൻ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയത്. താങ്ക് യു സോ മച്ച്. ചേച്ചി കെയർ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചേച്ചി എനിക്കൊരു ലവ് തന്നു. ഓക്കെ താങ്ക് യു. പോയി കുട്ടിയെ ഗൗരി വിഷ്ണു ഹായ്. നൗഫീന ഹലോ. മുത്തേന്നോ? നെക്സ്റ്റ് അസീഫ് ഹായ്. ചേച്ചി ഹായ്. ബാബ രഞ്ജിത ഹായ്. അജയ് കൃഷ്ണ വോട്ട് ആർക്കാ? ശരി, ഞാൻ വോട്ട് ചെയ്തില്ല. ചേച്ചിയുടെ ഹോബി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യോ? ഹോബി ഒന്നും അങ്ങനെ പറയാനില്ല. സൂപ്പർ ആക്ടിങ് ആണ്. താങ്ക് യു സോ മച്ച്. കണ്ണാടി എന്താ വെക്കാത്ത? ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെരിഫൈ ആവാൻ അപ്ലൈ ചെയ്തു. ഞാൻ വെരിഫിക്കേഷന് കൊടുത്തു, പക്ഷെ വെരിഫൈ ആവുന്നില്ല, എന്താണെന്നറിയില്ല. അനഘ ഹലോ. ചേച്ചിയുടെ ന്യൂ യെല്ലോ ഡ്രസ്സിലുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച്
മുന്നേ എടുത്ത പിക്സ് ആണ്. അല്ല അല്ല, ഞാൻ അത് ഇപ്പൊ എടുത്തതാ. മീ ടു ഞാനും വോട്ട് ചെയ്തില്ല. ഓക്കെ, വിഷ്ണുവേട്ടന്റെ മാരേജിന് വീഡിയോ എടുത്തിടാമോ? ഇടാം. അയ്യോ, ഞാൻ കല്യാണത്തിന് പോയിട്ട് എങ്ങനെയാ വീഡിയോ എടുക്കുന്നത്? യൂട്യൂബിൽ വീഡിയോ സ്ഥിരമായിട്ട് ഇടാം. ഹരിത ഇടാം കേട്ടോ. ഇപ്പോൾ ചാനൽ വീഡിയോ ഗംഗ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. വിഷ്ണു ചേട്ടനെ മിസ് ചെയ്യുവോ? ഓഫ് കോഴ്സ്, വിഷ്ണുവിനെ ഒരുപാട് മിസ് ചെയ്യും. വിഷ്ണുവിന്റെ തമാശകൾ മിസ് ചെയ്യും. കണ്ണ, ഐ വിൽ ഫോളോ യു ബാക്ക്. ചേച്ചി ഫോണിൽ ചാർജ് തീർന്നു. ഓക്കെ ബഷീർ, ടാറ്റ. ചേച്ചി ലൈവ് സേവ് ചെയ്യാം. സോറി ചേച്ചി, യു ആർ നോട്ട് റിപ്ലൈങ് മീ. ഇജാസ് ഹായ്. ടുട്ടുമുയൽ, ഓ ഐ വിൽ മിസ് റിഹാൻ ഓൾസോ. റിഹാനെ പിന്നെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. എക്സ്പ്രഷൻസ് ആർ സോ ക്യൂട്ട്. താങ്ക് യു നയന. സൈക്കോയുമായുള്ള വീഡിയോസ് മിസ് ചെയ്യും. ബിനോയ് ശ്രീധർ ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിരിച്ചു. ഞാൻ കല്യാണി ദേവു ഫോളോ ചെയ്യും. ചേച്ചിക്കുട്ടി ഒരു കിടുക്കാച്ചി പാട്ട് പാടും. പാട്ട് പാട്ട് പാടാനുള്ള ഒരു മൂടി. ജുഹു ഹായ്. പാട്ട് ഇപ്പൊ ഏതാ പാടുന്നത്? ന്യൂ പ്രോജക്റ്റ് ആയില്ല. ഹായ് ചേച്ചി, ലവ് യു. ഓക്കെ നയന ഹലോ. എപ്പോഴാണ് ലാസ്റ്റ് എപ്പിസോഡ്? ലാസ്റ്റ് എപ്പിസോഡ് April 7 ആണ്. അല്ല, April 17 ആണ്. April 7 ഇന്നലെ അല്ല, നാളെ അല്ലേ. രേണു ഹായ്. എന്നെ ഫോളോ ചെയ്യൂ. ഫോളോ ചെയ്യും ചേച്ചി. സാരിയിൽ സുബ്ര. താങ്ക് യു ദർശന. കാർത്തിക, ഞങ്ങൾ ഒന്നിച്ച് ന്യൂ സീരിയൽ വരും. നോക്കാം. കവിത ആയാലും മതി. പിന്നെ ചേച്ചിയെ ബായ്. സൂര്യ ചേച്ചി, കിങ്ങൂസിനെ മിസ് ചെയ്യും. ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും. കാവ്യ, എന്നോട് എന്തെങ്കിലും പറയടേ. ആ മിക്കി ബ്ലസ്സി, എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. ചാഞ്ചാടി ആടി സോങ് പാടി. ഞാൻ സ്റ്റോറി ഇട്ടാൽ പാടിയാൽ മതി. ഇന്ന് സ്റ്റോറി ഇട്ട പാട്ട്. ഇന്ന് ഞാൻ സ്റ്റോറി ഇട്ടത് ഏതാ? ചേച്ചിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. അനക ചെയ്യാം. പ്രോജക്ട്സ് നീരാവി വന്നു. ചേച്ചി ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ഫോളോ ചെയ്യില്ല. ചെയ്യാൻ. ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഗംഗാ മഹാലക്ഷ്മി. അടുത്ത സീരിയൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നോക്കാം. ഒരു പിക്കിന് ഇരിക്കാവോന്ന് ചോദിച്ചിട്ടുണ്ട്. അതെയോ? ചേച്ചിയുടെ ചിരി പോലെ. ഞാൻ പോവാ. ഗുഡ് നൈറ്റ് സൗഭാഗ്യ. ഗുഡ് നൈറ്റ്. ചേച്ചിനെ കുറിച്ച് ഞാൻ കവിത എഴുതിയിട്ടുണ്ടെന്ന് ബഷീർ. അയ്യോ, എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. അയ്യോ, പാട്ട് പാടാൻ മതി. ഞാൻ ഏത് പാട്ട് പാടും? വിഷ്ണുവേട്ടനെ മിസ് ചെയ്യോ? മിസ് ചെയ്യും. ഒരുപാട് മിസ് ചെയ്യും. ഏത് പാട്ട് പാടും പറ. ഇങ്ങനെ എടുത്ത് കരയുന്നത് കണ്ടിരുന്നു. പാട്ടൊക്കെ ഇപ്പൊ ഏത് പാടാനാണ്? ഹായ്. ഒരു കവിത പാടിയാലോ? കാട്ടുപൂവെന്നുള്ള കവിത ഇഷ്ടമാണോ സുവിനി ചേച്ചി? ഇഷ്ടമാണോ കവിത? കണ്ണേ കലമാൻ എനിക്ക് അധികം ലിറിക്സ് അറിയില്ല. സുലേഖ ഹലോ ഹായ്. ചേച്ചി കവിത അയച്ചാലൊന്നും തോന്നരുത്. ചേച്ചിയുള്ള ഇഷ്ടമാണ്. അയച്ചോ. എനിക്കൊന്നും തോന്നത്തില്ല. അയച്ചോ.
ഇന്ന് അമ്പലത്തിൽ പോയിരുന്നു, അമ്പലത്തിൽ പോയില്ല ഞാൻ. കവിത നൈറ്റിൽ, കവിത ചേച്ചിയുടെ വോയിസ് അല്ലേ? ആ, കവിത ആയാലും മതി. എനിക്ക് എന്റെ ചിരി വരും. കവിതയൊക്കെ പ്രണയഗാനം പാടാനോ? പ്രണയഗാനം ഒക്കെ ഇപ്പം നിങ്ങൾ കുറച്ച് പാട്ട് സജസ്റ്റ് ചെയ്യാവോ? അതിലേതെങ്കിലും അറിയുമെങ്കിൽ പാടാം. ആലോചിച്ചിരുന്ന സമയം. സൂര്യചേച്ചി, ഞാനിന്ന് വോട്ട് ചെയ്തില്ല. എനിക്ക് വോട്ട് കോട്ടയത്താണ്. ഞാൻ ട്രിവാൻഡ്രത്തായിപ്പോ. നിക്കി ബ്ലസ്സി. ഓക്കെ, ഒരു പാട്ട് അതിൽ പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ പാടാം. മോഹം കൊണ്ടു ഞാൻ പാടാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ. മോഹം കൊണ്ട് ഞാൻ പാടാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാം മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്ന പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാം മധു തേടിപ്പോയി. ഓക്കെ, കിങ്ങിണി മോൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം. കിങ്ങിണി മോൾക്ക് വേണ്ടിട്ട് ഞാൻ ഏതാ പാടാം? എന്ത് പാട്ടൊക്കെ ഞാൻ പാടും കിങ്ങിണി മോൾക്ക് വേണ്ടി? അവക്ക് ഞാൻ സ്ഥിരം പാടി കൊടുക്കുന്ന പാട്ട് കണ്ണാന്നുമ്പിയാണ്. താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. ദേവിക, താങ്ക് യു സോ മച്ച്. കാർത്തിക്, താങ്ക് യു. അഷ്കർ താജുദ്ദീൻ, താങ്ക് യു. പ്രേമി, പൗർണമി തിങ്കൾ. ഫുഡിന് എന്താ സ്പെഷ്യൽ? ദോശ, മുട്ടക്കറി. ഫാത്തിമ ചേച്ചി, ഒത്തിരി സങ്കടം ഉണ്ടല്ലേ? ഉണ്ട്, നല്ല സങ്കടമുണ്ട്. ഇരുന്ന് ആടുവാ. ആട്ടം ഉണ്ട് എപ്പോഴും. ആടിക്കോളൂ, ആടിക്കോളൂ. ചേച്ചി നല്ല മൂഡ് ഓഫ് ആണോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ മൂഡ് ഓഫ് ആണ്? കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞാലും എന്റേതില്ല. കണ്ണാന്തുമ്പി അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ. സുധീർ, താങ്ക് യു സോ മച്ച്. പൗർണമി തിങ്കൾ S2 വീഡിയോസ് നോക്കാം. ജീന 2035. ജീന ചേച്ചിയാണോ ജീന അനിയത്തിയാണോ എനിക്കറിയില്ല. എല്ലാ മെസ്സേജസും കമന്റ്സും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
ഒരു ദിവസം കിങ്ങിണി മോളുടെ അമ്മയോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ ലൈവിൽ കൊണ്ടുവരുമോ? കൊണ്ടുവരാം. ഞാൻ ഒരു ദിവസം കീർത്തനയോട് പറയാം ലൈവിൽ വരാനേ. അപ്പൊ ഞാൻ ആഡ് ചെയ്തിട്ട് കിങ്ങിണി വാവയും കൂടെ എത്താം. നീ അയക്കാം. ബഷീറിന്റെ കമന്റ്സ് വായിക്കാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബഷീർ, പിന്നെ നയൻ കാപ്രിക്കോൺ, ശ്രീലക്ഷ്മിയാണ്, ജീന, പിന്നെ കാവ്യ ഉണ്ണി, പിന്നെ ജിഷ്ണു പിള്ളൈ, പിന്നെ ശരണ്യ ദ സ്റ്റോറി വീവർ, അങ്ങനെ കുറെ പേരുടെ ഞാൻ എപ്പോഴും വായിക്കുന്ന കുറെ പേരുണ്ട്. ആഗ്നെയിൽ റോബോട്ട്, അങ്ങനെ ഒരാള്, അങ്ങനെ കുറെ ഉണ്ട്. കിങ്ങിണിയുടെ വീട് ട്രിവാൻഡ്രത്താ. ആംഗ്രി ബേർഡ് ഹലോ. ഞാൻ ചേച്ചിയുടെ പേരിൽ വഴിപാട് ചെയ്യും. താങ്ക് യു ദേവിക, താങ്ക് യു സോ മച്ച്. തലവേദനയൊക്കെ മാറി. അന്നൊക്കെ നോക്കാം കേട്ടോ. ഇങ്ങനെ മോളുടെ വീട്ടിൽ പോകാം. ബ്ലാക്ക് പാന്തർ ഹലോ. ചേച്ചി ഒരു ഹായ് തരോ. സ്വീറ്റി കാൻഡി ഹലോ. കുമാരൻ, എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യോ? ചെയ്യാം. എന്താ അത്, കുമാരനോ? ചേച്ചിക്ക് ഇങ്ങനെ കാണാൻ പോകുമ്പോ ഒരു ലൈവ് ചെയ്യാം. ഗുഡ് ഒബ്സർവേഷൻസ്. താങ്ക് യു ശരണ്യ. ഉണ്ടാക്കിയ കുഞ്ഞമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നാ ലൈവ് അങ്ങ് അവസാനിച്ച് കുഞ്ഞമ്മ വന്നേ. ആരുമല്ല, ഇത് ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരെയൊക്കെ അവർക്കൊക്കെ സംസാരിക്കാൻ പറ്റും എന്നോട് ലൈവായിട്ട്. ഇതാണ് എന്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തിയാണ്. അമ്മ എല്ലാവർക്കും അറിയാം, അമ്മ പല ലൈവിലും കണ്ടിട്ടുണ്ട്. ഇതാണ് എന്റെ കുഞ്ഞമ്മേനെ അറിയാം. കുഞ്ഞമ്മയുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവർ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ? ഫിഷ് ഫ്രൈ സ്പെഷ്യൽ വീഡിയോ ഒക്കെ. അപ്പൊ കഴിക്കാൻ പോരാ, കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതാ. അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ. കുഞ്ഞമ്മ കമോൺ. അല്ല, അതിനകത്ത് കുഞ്ഞമ്മ കിങ്ങിണി മോളെ ഒന്ന് ആഡ് ചോദിച്ചു. കിങ്ങിണി മോളെ ഉണ്ടോ, ഓൺലൈൻ ഉണ്ടോ? എനിക്കറിയില്ല. അവളെ ഇപ്പൊ അവൾ ഉറങ്ങിക്കാണാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ കീർത്തനയോട് സംസാരിച്ചിട്ട് അവളെ ഓൺലൈൻ കൊണ്ടുവരാം, ലൈവ് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ചേച്ചി ആടി അതന്നെ എനിക്ക് എന്താ ചോദിക്കുന്നത്, എന്താ ടൈപ്പ് വേണ്ടേ? എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക സ്മിത ചേച്ചിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ തന്ന ഫോട്ടോ കാണിച്ചു തരാം. ഈ കുഞ്ഞമ്മ ഒരു പടം വരച്ചത് ഞാൻ കൊണ്ടുവന്നില്ലേ, അതെവിടെ ഇപ്പൊ എടുത്തോണ്ട് വരും. ഒരു മിനിറ്റ്. യൂട്യൂബിൽ ചാനലിൽ കിങ്ങിണിയുടെ വീട്ടിൽ പോകുമ്പോ വീഡിയോ ചെയ്യാം. അതെന്നാന്നറിയോ, ഇപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ വീഡിയോ എടുക്കണമെങ്കിൽ ഒരാളും കൂടെ എന്റെ കൂടെ വേണ്ടേ? അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. അതുകൊണ്ടാ. ഹായ് കുഞ്ഞമ്മ, ഇനിയും ലൈവ് വരണേ വിത്ത് വിഷ്ണു. വരാം, ഉറപ്പായിട്ടും വരും. രാജശ്രീ ഗുഡ് നൈറ്റ്. ചേച്ചി എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ? ഇല്ല. നിവേദ്യ ഹായ്. വിഷ്ണുവേട്ടൻ എന്ത്? വിഷ്ണുവേട്ടൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോയി. മുസ്തഫ ഹലോ. കള്ള് കുടിച്ചിട്ടുണ്ടാ? നല്ല അയ്യോ. ഹായ് രമ്യ ഹലോ. ചേച്ചി സുഖാണ്. ഗായത്രി ചിന്മയൻ. എന്താ നീ ഒളിച്ചും പാത്രമൊക്കെ വരണത്? ഒളിച്ചും പാത്തൊക്കെ വരുന്നുണ്ട്. എന്റെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാണട്ടെ. സായിക്കുട്ടൻ, സായി ഗണേഷ്. സായിക്കുട്ടൻ വന്ന് ഞാൻ ഹായ് കൊടുത്തിട്ട് പോകും. ഇതാണ് ജിഷ്ണു വരച്ച് എനിക്ക് ചിത്രാഞ്ജലി കൊണ്ട് തന്നതാണ് കേട്ടോ. ഒന്ന് ഇതേ. നീ അവിടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. കഴിച്ചാ?
ഞാൻ വരുന്നത്. ഇത് അടുത്തത് ഇഷ്ടപ്പെടും. എനിക്ക് രണ്ടും ഒത്തിരി. താങ്ക് യു സോ മച്ച് ജിഷ്ണു. ഞാനിത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചു വെക്കും കേട്ടോ. പ്രേമി ഫാൻ ഹലോ ഗോചി പ്ലീസ് ഫോളോ ഡെന്നിൻ. ഓക്കെ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലവ് യു കേട്ടത് ഇവിടെ ആയിരിക്കും. അതെ അതെ, ഇഷ്ടം പോലെ ലവ് യു കിട്ടി. ചേട്ടന്റെ കല്യാണം കഴിച്ചൂടായിരുന്നോ ചേച്ചിക്ക്? എന്റെ അമ്മച്ചി. അവൻ ചിരിക്കുന്നു. നമുക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവം വിചാരിക്കണ്ടേ. ഇന്ന ആളുടെ കൂടെ ജീവിക്കണമെന്ന് ഭഗവാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വിഷ്ണുവിനെ സംബന്ധിച്ച് വിഷ്ണുവിന് എന്റെ നല്ല സുഹൃത്താണ്. അല്ലാതെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. ചേച്ചിയുടെ അഡ്രസ് തരുമോ? ഗൗരിച്ചു വരും, ഞാൻ പേഴ്സണലി അയക്കാം. കൊള്ളാം ചേച്ചി. ഓക്കെ, സെക്കൻഡ് പിക് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഐ എം ഓൺ ഡ്യൂട്ടി, അതുകൊണ്ട് ലൈവ് മിസ് ആവണം. ഓക്കെ നിമിഷ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യൂ. ഓക്കെ, ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാട്ടിലാണ്. ഓക്കെ ഓക്കെ. ജിഷ ചേച്ചി ഹലോ. ഇത് ഞാൻ കണ്ടു, ഞാൻ ഇപ്പോഴാ കണ്ടത്. കാവ്യ ഉണ്ണി ഇൻബോക്സ് നോക്കാം. വിഷ്ണു ചേട്ടൻ പൊളിച്ചല്ലോ. അതെ, എന്റെ ലവ് യു കൂടി ഇരിക്കട്ടെ. ലവ് യു ശ്രീലക്ഷ്മി. അമ്മൂസ് ഹലോ. ഒത്തിരി ഹലോസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഐ ലവ് യു ടു. സോ ഹാപ്പി ടു സീ യു. സന്തോഷത്തോടെ ഇരിക്കുക. ഐ എം ഹാപ്പി. ഓക്കെ. പൊന്നുകുട്ടി ഹലോ. പിന്നെയും ഒത്തിരി ഹായ് വരുന്നു. അപ്പൊ ആരെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി. ഒത്തിരി ഇങ്ങനെ വരുന്നത് കൊണ്ട് കുറെയൊക്കെ മിസ്സായി പോവും. എനിവേ ഞാൻ ചേച്ചി ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാരും ചോദിച്ചു മടുത്ത്. ഓ ബഷീർ പക്ഷെ ഈ ബഷീർ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്, ബഷീർ പെൺകുട്ടിയാണോ എന്നുള്ളത് കേട്ടോ. അപ്പം അത് ആ അക്കൗണ്ട് ഒരു പെൺകുട്ടിയുടെ ആണേ. ചേച്ചി വീഡിയോ എടുക്കാൻ സായി ചേട്ടനെ കൂടെ കൂട്ട്. വിളിക്കാം. ഓ ഐ ലവ് യു. പിന്നെ ഐ ലവ് യു ടു. ശില്പസ് ചേച്ചി ഇൻബോക്സ് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും എല്ലാരും. എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ പോട്ടെ, കഴിച്ചിട്ട് കിടക്കട്ടെ. അപ്പം ഇനി എന്തായാലും അധികം ലേറ്റ് ആക്കാതെ തന്നെ അടുത്ത ലൈവ് വരാം. അടുത്ത ലൈവില് പറ്റുമെങ്കിൽ ഞാൻ വിഷ്ണുവേട്ടനും കിങ്ങിണി കുട്ടി ഒരുമിച്ച് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഒരാൾക്ക് ആഡ് ആവാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ കിങ്ങിണിയായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ലവ് യു ലവ് യു ലവ് യു ലവ് യു. ഒരു പൗർണമിയെ ഇത്രയും സ്നേഹിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന്, ഗൗരിയെ അക്സെപ്റ്റ് ചെയ്തതിന് എല്ലാത്തിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ ടാറ്റ. ആക്ടിങ് ഇസ് ടു ഗുഡ്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റ.